ഇടുക്കിയിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി. കട്ടപ്പന നഗരസഭ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നടന്നിട്ടില്ലെന്ന് KPCC സെക്രട്ടറി തോമസ് രാജൻ. ചില നേതാക്കൾ രഹസ്യ കേന്ദ്രത്തിൽ ഇരുന്ന് ചർച്ച ചെയ്തു. അർഹരായവരെ പരിഗണിച്ചില്ല. കഴിഞ്ഞ തവണ കൗൺസിലർമാർ ആയവരെ പോലും വെട്ടിനിരത്തി. 12-ൽ അധികം വാർഡുകളിൽ UDFന് 1-ൽ കൂടുതൽ സ്ഥാനാർത്ഥികളുണ്ട്. KC വേണുഗോപാൽ പക്ഷവും വിമതരെ ഇറക്കി. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് നടക്കേണ്ട ഒരു ചർച്ചയും നടന്നിട്ടില്ല. യാതൊരു ആലോചനകളും ഉണ്ടായിട്ടില്ല. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി സ്ഥാനാർത്ഥി നിർണയത്തിന് മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതെയുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം കൊടുത്ത് വാർഡ് കമ്മിറ്റിയിൽ നിന്ന് ശുപാർശ ചെയ്ത് മണ്ഡലം കോർ കമ്മിറ്റികൾ അംഗീകരിച്ച് നിയോജക മണ്ഡലം കമ്മിറ്റിയിൽ വന്ന് ജില്ലാ കമ്മിറ്റിയിലേക്ക് പോവുകയാണ് ചെയ്യേണ്ടത്. കട്ടപ്പനയിലെ സ്ഥാനാർത്ഥി പട്ടിക ആരൊക്കെയാണെന്ന് DC പ്രസിഡന്റ് പോലും അറിയാൻ കഴിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം പോലും വാട്സാപ്പിൽ കണ്ടിട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തെ കട്ടപ്പനയിൽ സ്ഥാനാർത്ഥി ആണെന്ന് അദ്ദേഹം അറിയില്ല. സുബിൻ തോമസ് ഉണ്ട്. സുബിൻ, ഇടുക്കിയിലെ കോൺഗ്രസിൽ വമ്പൻ പൊട്ടിത്തെറിയാണല്ലോ. കാരണം അതിരൂക്ഷമായ വിമർശനമാണ്. നേരത്തെയുള്ള കൗൺസിലർമാരെ പോലും ഇവർ പരിഗണിച്ചില്ല എന്നുള്ളതാണ്. സുബിൻ പറയും. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് ശേഷവും ഇടുക്കിയിലെ കോൺഗ്രസിൽ ഈ തർക്കങ്ങളും പ്രതിസന്ധിയും രൂക്ഷമാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കട്ടപ്പന നഗരസഭയിലെ പ്രശ്നങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് കട്ടപ്പന നഗരസഭ കോൺഗ്രസിന്റെ അതുപോലെ തന്നെ UDFന്റെ ഒരു ശക്തി കേന്ദ്രമാണ്. കഴിഞ്ഞ തവണ മൃഗീയ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് ജയിച്ച ഒരു നഗരസഭ കൂടിയാണ് ഈ കട്ടപ്പന നഗരസഭ. അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ രീതിയിലുള്ള ഒരു വിജയസാധ്യത നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഈ വിജയസാധ്യത ഒന്നും പരിഗണിക്കാതെയുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയമാണ് കട്ടപ്പനയിൽ കോൺഗ്രസ് നടത്തിയതെന്നുള്ള ആരോപണവുമായാണ് നിലവിൽ KPCC സെക്രട്ടറി ആയിട്ടുള്ള തോമസ് രാജൻ രംഗത്തെത്തിയിട്ടുള്ളത്. അതായത് പാർട്ടി പറയുന്ന മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെയാണ് ഈ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നിട്ടുള്ളത്. മുൻ കൗൺസിലർമാരെ ഉൾപ്പെടെ, അതായത് മുമ്പ് കഴിഞ്ഞ തവണ കൗൺസിലർമാരായ ആളുകൾ ഉൾപ്പെടെ വെട്ടിനിരത്തിക്കൊണ്ടാണ് ഈ ഒരു സ്ഥാനാർത്ഥി നിർണയം നടന്നിട്ടുള്ളത്. ഇതിൽ സ്ഥാനാർത്ഥികളായിട്ടുള്ള പല ആളുകളെയും ഈ വാർഡിലുള്ള ആളുകൾക്ക് പോലും അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ചില നേതാക്കൾ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് രഹസ്യ കേന്ദ്രങ്ങളിൽ ഇരുന്ന് അവർ ചർച്ച ചെയ്ത് ഇന്ന വാർഡിൽ ഇന്നയാൾ വേണമെന്ന് തീരുമാനിച്ച് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി അത് DCC നേതൃത്വത്തിന് നൽകുകയായിരുന്നു എന്ന ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഈ തോമസ് രാജൻ ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ തോമസ് രാജനോടൊപ്പം ഒരു വലിയ പക്ഷം ആളുകളും നിലവിൽ ഈ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവരെ കൂടാതെ കട്ടപ്പന നഗരസഭയിൽ വേറെയും വിമതരായിട്ടുള്ള ആളുകൾ നിലവിൽ ഈ ഒരു നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് മത്സര രംഗത്തുണ്ട്. അങ്ങനെ 35 വാർഡുകളുള്ള കട്ടപ്പന നഗരസഭയിലെ ഭൂരിപക്ഷം വാർഡുകളിലും UDFന് 2 സ്ഥാനാർത്ഥികളുള്ള ഒരു സാഹചര്യമാണുള്ളത്. ഇതിൽ KC വേണുഗോപാൽ പക്ഷമാണ് നിലവിൽ ഇപ്പോൾ അവരെ പൂർണ്ണമായും അവഗണിച്ചു എന്നുള്ള ഒരു ആരോപണവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. 12-ലധികം വാർഡുകളിലാണ് അവർ സ്ഥാനാർത്ഥികളെ നിർണയിച്ച് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. ഇതിൽ അവർ പറയുന്നത് കൃത്യമായ ഒരു ചർച്ച നടത്തണം. 24-ാം തീയതിയാണ് ഇനിയിപ്പോൾ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കേണ്ടതായുള്ളത്. അതിനു മുമ്പ് തന്നെ ചർച്ച നടത്തി ഈ ഒരു സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഒരു പുനർചിന്തനം നടത്തണം എന്നുള്ളൊരു കാര്യമാണ് അവർ പ്രധാനമായും പറയുന്നത്. എന്നാൽ നിലവിൽ UDF നേതൃത്വവും അതുപോലെ തന്നെ കോൺഗ്രസും ഈ ആരോപണങ്ങൾ അത്രയും തള്ളുകയാണ്. പ്രധാനമായും കട്ടപ്പനയിൽ ഈ ചാർജുള്ളത് DCC പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ജോയി വെട്ടിക്കുരി, അതുപോലെ തന്നെ AICC അംഗമായിട്ടുള്ള EM ആഗസ്റ്റ് ഉൾപ്പെടെയുള്ളവരാണ് ഇത്തരത്തിൽ കട്ടപ്പനയിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തിയിട്ടുള്ളത് എന്നുള്ളൊരു ആരോപണം പ്രത്യക്ഷത്തിലുണ്ട്. ഇത്തരത്തിൽ ഇവർ പറയുന്നത് പ്രകാരം ഈ പറയുന്ന എല്ലാ ആളുകളെയും പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു സ്ഥാനാർത്ഥി നിർണയം നടത്തിയിട്ടുള്ളത്. ഇവർക്കെല്ലാം തന്നെ സീറ്റുകളും നൽകിയിരുന്നതാണ്. എന്തുകൊണ്ട് അവർ നാമനിർദ്ദേശ പത്രിക അതുമായി ബന്ധപ്പെട്ടല്ലെങ്കിൽ ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് കൊടുത്തില്ല എന്നുള്ളതിൽ തങ്ങൾക്ക് വ്യക്തതയില്ല എന്നുള്ളൊരു കാര്യമാണ് അവർ പറയുന്നത്. അതേസമയം മറുപക്ഷം പറയുന്നത് ഇത്തരത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി എത്തുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു വാർഡിലേക്ക് ചെല്ലുമ്പോൾ അവിടെ മറ്റൊരു സ്ഥാനാർത്ഥി മത്സരിക്കാൻ നിൽക്കുന്നു എന്നുള്ളൊരു അറിയിപ്പ് കിട്ടുന്നു അല്ലെങ്കിൽ അറിവ് കിട്ടുന്നു. അതോടുകൂടി അവിടുന്ന് പിൻവാങ്ങേണ്ട ഒരു ഗതികൾ അല്ലെങ്കിൽ ഒരു നാണക്കേടിലാണ് തങ്ങൾ ഉണ്ടായത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ വിമതരായി നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയത് എന്നുള്ളതാണ് ഈ എതിർപക്ഷം പറയുന്നത്. എന്തായാലും അതിരൂക്ഷമായ തർക്കം ഈ കട്ടപ്പന നഗരസഭയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു വിഷയമുള്ളത് അല്ലെങ്കിൽ മറ്റൊരു കാര്യമുള്ളത് ഈ കട്ടപ്പന നഗരസഭയിൽ ഒരു മത്സരാർത്ഥി, അതായത് മുൻ MLA കൂടിയായിരുന്നു, 3 തവണ MLA ആയ EM ആഗസ്റ്റ് AICC അംഗം കൂടിയാണ്. അദ്ദേഹം കട്ടപ്പന നഗരസഭയിലേക്ക് ഇത്തവണ മത്സരിക്കുന്നുണ്ട്. 22-ാം വാർഡിൽ നിന്നാണ് EM ആഗസ്റ്റ് മത്സരിക്കുന്നത്. 3 തവണ MLA ആയ വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ AICC അംഗമാണ്. KPCCയുടെ ഉൾപ്പെടെ ചുമതല വഹിക്കുന്ന ഒരു അംഗമാണ്. ഇത്തരത്തിലൊരാൾ ഈ കട്ടപ്പന നഗരസഭയിലെ ഒരു വാർഡിൽ മത്സരിക്കുന്നതിൽ ഈ ഒരു വിഭാഗം ആളുകൾ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് അറിഞ്ഞു തന്നെ ഈ നഗരസഭയുടെ വിവിധ മേഖലകളിൽ EM ആഗസ്റ്റിനെതിരെ പോസ്റ്ററുകൾ ഉയരുകയും ചെയ്തിട്ടുണ്ട്.